ഇന്ത്യൻ നിരത്തുകളിൽ ഒരു കാലത്ത് തല ഉയർത്തി നിന്നിരുന്ന വാഹനമാണ് ടാറ്റ സുമോ. ഒരു സാധാരണ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നതിനപ്പുറം ഇന്ത്യയുടെ ഗതാഗത ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായം കൂടിയായിരുന്നു ടാറ്റ സുമോ. ഗ്രാമങ്ങളിലെ പരുക്കൻ വഴികളിലും നഗരങ്ങളിലെ തിരക്കേറിയ തെരുവുകളിലും ഒരുപോലെ ടാക്സിയായും ഫാമിലി വെഹിക്കിളായും പോലീസിന്റെയും സൈനികരുടെയും ഒഫീഷ്യൽ വാഹനമായും ടാറ്റ സുമോ നിറഞ്ഞു നിന്നു. എന്നാൽ വാഹന ലോകം അതിവേഗം മാറിക്കൊണ്ടിരുന്നപ്പോൾ കാലത്തിനനുസരിച്ച് മാറാൻ കഴിയാതെ ഈ ഇതിഹാസ വാഹനം പതിയെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു. 1994 ആരംഭിച്ച ഇതിന്റെ യാത്രയ്ക്ക് 2019 ടാറ്റ മോട്ടോഴ്സ് ഔദ്യോഗികമായി തിരശ്ശീലയിട്ടു. ഈ വീഡിയോയിൽ ടാറ്റ സുമോയുടെ അവസാന വർഷങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അതിന്റെ തകർച്ചയുടെ കാരണങ്ങളും ആ കാലഘട്ടത്തിലെ വിപണിയിലെ അതിന്റെ സ്ഥാനവും ഒടുവിൽ അത് വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായതിന്റെ പശ്ചാത്തലവും വിശദമായി പരിശോധിക്കുന്നു. 1994 ടാറ്റ സുമോ പുറത്തിറങ്ങിയപ്പോൾ അത് ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു വിപ്ലവത്തിന് തിരികൊളുത്തി. അക്കാലത്ത് ടഫായതും എന്നാൽ ഒട്ടും സൗകര്യമില്ലാത്തതുമായ ജീപ്പ് മോഡലുകളായിരുന്നു കൂടുതലായി നിരത്തിലുണ്ടായിരുന്നത്. ടാറ്റ സുമോയാകട്ടെ ഈ വാഹനങ്ങളെക്കാൾ വിശാലമായ ഉൾവശവും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനുമുള്ള ശേഷിയും മികച്ച യാത്രാസുഖവും വാഗ്ദാനം ചെയ്തു. ഇത് ടാക്സി കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഈ വാഹനത്തെ വളരെ അനുയോജ്യമാക്കി. ഒരേ സമയം 9 പേർക്ക് വരെ യാത്ര ചെയ്യാൻ സാധിച്ചിരുന്ന സുമോ ടാറ്റ എഞ്ചിനീയറിംഗിന്റെ കരുത്തും ലാളിത്യവും വിളിച്ചോതുന്നതായിരുന്നു. കാലക്രമേണ ടാറ്റ സുമോ വിവിധ പതിപ്പുകളായ സ്പേഷിയോ, വിക്ട, ഗോൾഡ് എന്നിവ പുറത്തിറക്കി. ഓരോ പതിപ്പിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അടിസ്ഥാനപരമായ രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും ഏറെക്കുറെ മാറ്റമില്ലാതെ തുടർന്നു. ഇതാണ് പിന്നീട് ഈ വാഹനത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ച ഒരു പ്രധാന കാരണം. 2000കളുടെ അവസാനത്തോടെയും 2010കളുടെ തുടക്കത്തിലും ഇന്ത്യൻ വാഹന വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പഴയ കാലത്തെ യൂട്ടിലിറ്റി വാഹനങ്ങളെക്കാൾ സുരക്ഷ, ആധുനിക ഫീച്ചറുകൾ, മികച്ച യാത്രാനുഭവം, ആകർഷകമായ രൂപകൽപ്പന എന്നിവയ്ക്ക് ഉപഭോക്താക്കൾ മുൻഗണന നൽകി തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ടാറ്റ സുമോയുടെ പ്രധാന എതിരാളിയായിരുന്ന മഹീന്ദ്ര ബൊലേറോ പോലും പുതിയ സാങ്കേതിക വിദ്യകളുമായി മുന്നേറി. അതോടൊപ്പം ടൊയോട്ട ഇന്നോവ, മാരുതി സുസുക്കി എർട്ടിക തുടങ്ങിയ ആധുനിക MUVകളും വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചു. ഈ സമയത്ത് ടാറ്റ സുമോയുടെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞു. ടാറ്റ മോട്ടോഴ്സ് ചെറിയ മാറ്റങ്ങൾ വരുത്തി മോഡലുകൾ ഇറക്കിയെങ്കിലും അതൊന്നും ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പര്യാപ്തമായിരുന്നില്ല. കാലഹരണപ്പെട്ട രൂപകൽപ്പനയും ആധുനിക സവിശേഷതകളുടെ അഭാവവും പ്രത്യേകിച്ച് സുരക്ഷാ ഫീച്ചറുകൾ ഇല്ലാത്തതും സുമോയുടെ പ്രസക്തി കുറച്ചു. ടാറ്റ സുമോയുടെ അവസാന വർഷങ്ങളായ 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടം ഈ വാഹനത്തിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഈ കാലയളവിൽ ഇന്ത്യയിൽ വാഹന നിർമ്മാണ മേഖലയിൽ കർശനമായ പുതിയ നിയമങ്ങൾ നിലവിൽ വന്നു. 2017 ഏപ്രിൽ 1 ഭാരത് സ്റ്റേജ് 4 മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ രാജ്യവ്യാപകമായി നിർബന്ധമാക്കി. തുടർന്ന് 2020 ഏപ്രിൽ 1 BS4 മാനദണ്ഡങ്ങൾ നിലവിൽ വരുന്നതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. സുമോയുടെ പഴയ 3 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഈ മാനദണ്ഡങ്ങൾ പാലിക്കാൻ പര്യാപ്തമായിരുന്നില്ല. പുതിയ നിയമങ്ങൾക്കനുസരിച്ച് എഞ്ചിൻ നവീകരിക്കാൻ ടാറ്റ മോട്ടോഴ്സിന് വലിയ തുക മുതൽ മുടക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ കുറഞ്ഞ വിൽപ്പന കണക്കുകൾ കാരണം അത്തരമൊരു വലിയ നിക്ഷേപം നടത്തുന്നത് ലാഭകരമായിരുന്നില്ല. ഭാരത് ന്യൂ വെഹിക്കിൾ സേഫ്റ്റി അസസ്മെന്റ് പ്രോഗ്രാം 2019 ഒക്ടോബർ 1 മുതൽ നിലവിൽ വന്നു. ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ പുതിയ വാഹനങ്ങളിലും ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ഡ്രൈവർ സൈഡ് എയർ ബാഗ്, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, സ്പീഡ് അലേർട്ട് സിസ്റ്റം തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകൾ നിർബന്ധമായി ചേർക്കണം. ടാറ്റ സുമോയുടെ അടിസ്ഥാന രൂപകൽപ്പന ഈ സുരക്ഷാ ഫീച്ചറുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. കാലഹരണപ്പെട്ട ഷാസി, ബോഡി സ്ട്രക്ചർ എന്നിവ കാരണം ഈ നിയമങ്ങൾ പാലിക്കാൻ സുമോയെ മാറ്റിയെടുക്കുന്നത് സാമ്പത്തികമായി വലിയ നഷ്ടമായിരിക്കുമെന്ന് ടാറ്റ മോട്ടോഴ്സ് വിലയിരുത്തി. പുതിയ വാഹനങ്ങളുടെ കടന്നുകയറ്റവും സുരക്ഷാ സവിശേഷതകളുടെ അഭാവവും കാരണം സുമോയുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. ഒരു കാലത്ത് ടാറ്റ മോട്ടോഴ്സിന്റെ പ്രധാന വരുമാന മാർഗമായിരുന്ന സുമോ അതിന്റെ അവസാന വർഷങ്ങളിൽ നാമമാത്രമായ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. പുതിയ സുരക്ഷാ നിയമങ്ങൾ നിലവിൽ വരുന്നതിന് തൊട്ടു മുൻപ് ഡീലർഷിപ്പുകളിൽ അവശേഷിച്ച സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ മാത്രമാണ് കമ്പനി ശ്രദ്ധിച്ചത്. പുതിയൊരു യൂണിറ്റ് പോലും നിർമ്മിക്കാൻ അവർ തയ്യാറായില്ല. ഇന്ത്യൻ വാഹന വിപണിയുടെ മാറുന്ന സ്വഭാവം ടാറ്റ സുമോയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഉപഭോക്താക്കൾ ആധുനികവും സൗകര്യപ്രദവുമായ വാഹനങ്ങൾ തേടിയപ്പോൾ ടാറ്റ സുമോയുടെ അടിസ്ഥാനപരമായ ഡിസൈനും സാങ്കേതിക വിദ്യയും കൂടുതൽ പഴഞ്ചനായി തോന്നി. കൂടാതെ കർശനമായ നിയമങ്ങൾ പാലിക്കാൻ കഴിയാതെ വന്നതോടെ ടാറ്റ മോട്ടോഴ്സിന് സുമോയെ നിർത്തിവെക്കുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു. ടാറ്റ സുമോയുടെ അവസാനത്തെ ഔദ്യോഗിക പതിപ്പാണ് സുമോ ഗോൾഡ്. 2011 പുറത്തിറക്കിയ ഈ മോഡൽ ടാറ്റ സുമോ വിക്ടയ്ക്ക് ശേഷം വന്നതാണ്. മെച്ചപ്പെടുത്തിയ എഞ്ചിൻ, പുതിയ ഇന്റീരിയർ, എക്സ്റ്റീരിയർ മാറ്റങ്ങൾ എന്നിവയോട് കൂടിയാണ് സുമോ ഗോൾഡ് എത്തിയത്.
എന്നാൽ ഈ മോഡലിന് പോലും പുതിയ കാലത്തെ കാറുകളോട് മത്സരിക്കാൻ കഴിഞ്ഞില്ല. സുമോ ഗോൾഡ് മോഡൽ ഇറങ്ങിയതിനു ശേഷവും ടാറ്റ മോട്ടോഴ്സ് പുതിയ സാങ്കേതിക വിദ്യകളുള്ള ഡീസൽ എഞ്ചിനുകൾ വികസിപ്പിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും സുമോയുടെ പഴയ പ്ലാറ്റ്ഫോമിന് അനുയോജ്യമായിരുന്നില്ല. 2019 തുടക്കത്തിൽ തന്നെ സുമോ ഗോൾഡിന്റെ ഉൽപ്പാദനം ടാറ്റ മോട്ടോഴ്സ് നിർത്തിയിരുന്നു. ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഉണ്ടായില്ലെങ്കിലും ഡീലർഷിപ്പുകളിൽ പുതിയ സുമോ മോഡലുകൾ എത്തിയിരുന്നില്ല. ഏപ്രിൽ 2019 ടാറ്റ സുമോയുടെ ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തിയതായി ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നു. BS6 മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി കമ്പനി പഴയ മോഡലുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കി. ഇതേ സമയം തന്നെ ടാറ്റ ബോൾട്ട്, ടാറ്റ സഫാരിയുടെ പഴയ മോഡൽ എന്നിവയുടെയും ഉൽപ്പാദനം നിർത്തിയിരുന്നു. അങ്ങനെ 25 വർഷം നീണ്ടുനിന്ന ഒരു യാത്രയ്ക്ക് ടാറ്റ സുമോ വിട പറഞ്ഞു. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിന്റെ പരുക്കൻ രൂപവും കരുത്തുറ്റ പ്രകടനവും കുറഞ്ഞ പരിപാലന ചെലവും കാരണം പലരും അതിനെ സ്നേഹിച്ചു. ഇന്ത്യയുടെ ഗ്രാമീണ മേഖലകളിൽ പ്രത്യേകിച്ചും ഗതാഗത ആവശ്യങ്ങൾക്കായി സുമോ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വാഹനമായിരുന്നു. മലയോര പ്രദേശങ്ങളിലും മോശം റോഡുകളിലും ഒരു കൂസലുമില്ലാതെ ഓടിയിരുന്ന ഈ വാഹനം അതിന്റെ കരുത്തിന്റെ പ്രതീകമായി മാറി. തമിഴ് സിനിമകളിൽ ടാറ്റ സുമോ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായിരുന്നു. 2021 പുറത്തിറങ്ങിയ ടാറ്റ സഫാരിയുടെ പുതിയ പതിപ്പ് ഒരു കാലത്ത് സഫാരിക്ക് താഴെയായിരുന്ന സുമോയുടെ സ്ഥാനം ഏറ്റെടുത്ത് ആ പേരിന്റെ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ടാറ്റ സുമോയുടെ പേര് തിരികെ കൊണ്ടുവരാൻ ടാറ്റ മോട്ടോഴ്സ് ആലോചിക്കുന്നതായും വാർത്തകളുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും സുമോ തിരികെ വരുമായിരിക്കാം. ഒരു രാജ്യത്തിന്റെ ഗതാഗത ആവശ്യങ്ങളെയും ജനങ്ങളുടെ വികാരങ്ങളെയും അടുത്തറിഞ്ഞു പിറന്ന ഒരു വാഹനമായിരുന്നു ടാറ്റ സുമോ. കാലം മുന്നോട്ടു പോയപ്പോൾ അതിന്റെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകൾക്കും രൂപകൽപ്പനയ്ക്കും മാറേണ്ടി വന്നു. അങ്ങനെ ടാറ്റ സുമോ എന്ന ഒരു യുഗത്തിന് ശുഭകരമായ ഒരു അന്ത്യം സംഭവിച്ചു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.